ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 097/2024. ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. പാലിയം സത്യാഗ്രഹം 1947-48, നിവർത്തന പ്രക്ഷോഭം 1935, പട്ടിണി ജാഥ 1936, ഗുരുവായൂർ സത്യാഗ്രഹം 1931-32. രണ്ടാമത്തത് തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932-ലാണ്. നിവർത്തന പ്രക്ഷോഭം 1932-ലാണ്. അതിനാൽ ഇതിൽ 35 തന്നിരിക്കുന്നത്. അതിനാൽ ഓപ്ഷൻ 2 തെറ്റാണ്. രണ്ടാമത്തെ ജോഡി തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷൻ. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷൻ. ആൻസർ ഓപ്ഷൻ ബി, ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ്. താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏത്? താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏത്? സത്യശോധക സമാജം, ആര്യ സമാജം, പ്രാർത്ഥനാ സമാജം, ഹിതകാരിണി സമാജം. ശരിയായ ജോഡി ഏതെന്ന് ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസർ എന്ത്? 1ഉം 4ഉം ആണ്. സത്യശോധക സമാജം ജ്യോതിറാവ് ഫുലെ, അതുപോലെ ഹിതകാരിണി സമാജം വീരേശലിംഗം. ആര്യസമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആര്യസമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അതിനാൽ 2 തെറ്റാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാരാം പാണ്ഡുരംഗാണ്. അതിനാൽ 3ാമത്തതും തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 4 എന്നിവ ശരി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻതീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷൻ. ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത്. ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് ഗസ്റ്റപ്പോ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ. ശരിയായത് കണ്ടെത്തുക. അമേരിക്ക, ന്യൂസിലാൻഡ്, അമേരിക്ക, കാനഡ, അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ്, അമേരിക്ക, ഓസ്ട്രേലിയ. 3 മാത്രം ശരി. അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ്. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി. ഫോം ലൈൻ. ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. ഉത്തരാഖണ്ഡ്, ടിബറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഡെലിറ്റാണ്. നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്നു. തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. 1ഉം 4ഉമാണ് വരുന്നത്. 1ഉം 4ഉം. താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ സൂര്യപ്രകാശത്തെ കടത്തി വിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. ഓപ്ഷൻ 2 ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്നു. അത് ക്യുമുലോനോംബസ് എന്ന പോലുള്ള മറ്റ് മേഘങ്ങളുടെ സവിശേഷതയാണ്. അവളെ തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകളെ പോലെ കാണപ്പെടുന്നു എന്നത് സിറസ് അല്ലെങ്കിൽ ക്യുമുലസ് മേഘങ്ങളുടെ സവിശേഷതയാണ്. അതിനാൽ ശരിയായ ജോഡി 1ഉം 4ഉമാണ്.
കാഞ്ചൻജംഗയെ കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കാഞ്ചൻജംഗയെ കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി. കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി. നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വതനിര. 1 ഉം 2 ഉം ശരിയായ പ്രസ്താവനകൾ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി. കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി. നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്നത് എവറസ്റ്റ് കൊടുമുടിയാണ്, കാഞ്ചൻജംഗയല്ല. അതുപോലെ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വതനിര. അന്നപൂർണയാണ് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത്, കാഞ്ചൻജംഗയിൽ. അതുകൊണ്ട് ശരിയായ പ്രസ്താവനകൾ 1 ഉം 2 ഉം ആണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക. ഡാം, സംസ്ഥാനം, നദി തന്നിട്ടുണ്ട്. അത് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അലമാട്ടി ഡാം, സംസ്ഥാനം കർണാടക, നദി കൃഷ്ണ. ആൻസർ എന്ത്? ഓപ്ഷൻ ബി. ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ 3 സംസ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു. ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക. ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു. ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക. സമുദ്രോൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര. ആൻസർ എന്നത് ഓപ്ഷൻ ബി. 1991 ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. നീതി ആയോഗിന്റെ 4ാം വട്ട വാർഷിക ആരോഗ്യ സൂചികയിലെ റഫറൻസ് വർഷ 2019-20 റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ആരോഹണ ക്രമത്തിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. നീതി ആയോഗിന്റെ 4ാം വട്ട വാർഷിക ആരോഗ്യ സൂചികയിലെ റഫറൻസ് വർഷ റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ആരോഹണ ക്രമത്തിൽ ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക. കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ എ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നതിൽ ശരിയല്ലാത്ത വസ്തുത ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നതിൽ ശരിയല്ലാത്ത വസ്തുത ഏതാണ്? വളർച്ചാ ലക്ഷ്യം 5.6% റിസർവ് ബാങ്കിന്റെ പണനയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. റിസർവ് ബാങ്കിന്റെ പണനയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. പ്രസ്താവന 1, വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ്. പ്രസ്താവന 2, വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. മൂന്നാമത്തെ പ്രസ്താവന, റിവേഴ്സ് റിപ്പോ നിരക്ക് എല്ലായ്പ്പോഴും റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും. പ്രസ്താവന 1 ഉം 2 ഉം ശരിയാണ്, 3 ശരിയല്ല. ആൻസർ എന്നത് ഓപ്ഷൻ എ ആണ്. 1 ഉം 2 ഉം ശരി. വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ്. അതുപോലെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. പ്രസ്താവന 3 ശരിയല്ല. റിവേഴ്സ് റിപ്പോ നിരക്ക് എല്ലായ്പ്പോഴും റിപ്പോ നിരക്കിനേക്കാൾ കുറവായിരിക്കും. ആൻസർ എന്നത് ഓപ്ഷൻ എ ആണ്. ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. തൊഴിൽ ലഭ്യത കുറഞ്ഞു. താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ 2021-22 മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള വിവിധ മേഖലയുടെ സംഭാവന നൽകിയിരിക്കുന്നു. ഓരോന്നിന്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം ബിയുമായി യോജിപ്പിക്കുക. പ്രാഥമിക മേഖല 52.50%, ദ്വിതീയ മേഖല 26.50%, തൃതീയ മേഖല 21.00%. ചേരുംപടി ചേർക്കാനാണ്.
ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 1C. പ്രാഥമിക മേഖല 21%, രണ്ടാമത്തെ ദ്വിതീയ മേഖല 26.50%, തൃതീയ മേഖല 52.50%. ആൻസർ ഓപ്ഷൻ സി. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഭരണഘടനയിലെ 15 വകുപ്പുകൾ 36 വകുപ്പ് മുതൽ 51 വകുപ്പ് വരെ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. നിർദ്ദേശക തത്വത്തിന്റെ ആശയം കടമെടുത്തത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങളിലെ വകുപ്പ് 45 രാജ്യത്ത് നടപ്പിലാക്കി. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങൾ അല്ല. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആണ്. 20ഉം 21ഉം ഡിലീറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? 6 to 18 വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷകർത്താക്കളുടെയും കടമയാണ്. പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക, ശാസ്ത്രബോധം മനുഷ്യത്വവും വളർത്തിയെടുക്കുക, ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക. തെറ്റായ പ്രസ്താവന 1, ഓപ്ഷൻ സി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ കടമ ബാധകമാകുന്നത്. 6 മുതൽ 18 പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷാകർത്താക്കളുടെയും കടമയാണ് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. യഥാർത്ഥത്തിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ കടമ ബാധകമാകുന്നത്. 86ാം ഭരണഘടനാ ഭേദഗതി നിയമം 2002 വഴിയാണ് ഇത് മൗലിക കടമയായി ചേർത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാർ ഉപമന്ത്രിമാർ. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാണ് സഹമന്ത്രിമാർ. നിർമ്മല സീതാരാമൻ, അമിത്ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ഇന്ത്യയിലെ മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളവരാണ് സഹമന്ത്രിമാർ. ശരിയായ പ്രസ്താവനകൾ 1ഉം 3ഉം ആണ്. ഒരു വകുപ്പിന്റെ സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ. അതുപോലെ നിർമ്മല സീതാരാമൻ, അമിത്ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാണ് സഹമന്ത്രിമാർ എന്ന പ്രസ്താവന തെറ്റാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ചുമതല വഹിക്കുന്നത് ക്യാബിനറ്റ് മന്ത്രിമാരാണ്, സഹമന്ത്രിമാരല്ല. അപ്പോൾ 4ാമത്തെ പ്രസ്താവനയും തെറ്റാണ്. ഇന്ത്യയിലെ മന്ത്രിമാർ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളവരാണ് സഹമന്ത്രിമാർ എന്നുള്ളത്. ഇന്ത്യയിലെ മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്, സഹമന്ത്രിമാരല്ല. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക. BV ഗിരി, R വെങ്കിട്ടരാമൻ, ജഗദീപ് ധൻഖർ, മുഹമ്മദ് ഹമീദ് അൻസാരി. BV ഗിരി 1967 മുതൽ 1969 വരെയാണ് ഉപരാഷ്ട്രപതിയായിട്ടിരുന്നത്. R വെങ്കിട്ടരാമൻ 1984 മുതൽ 1987 വരെയും, മുഹമ്മദ് ഹമീദ് അൻസാരി 2007 മുതൽ 2017 വരെയും, ജഗദീപ് ധൻഖർ 2022 മുതൽ ആണ് ഉപരാഷ്ട്രപതിയായിട്ടുള്ളത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. 1, 2, 4, 3. ചേരുംപടി ചേർക്കുക. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോവാറന്റോ. ഹേബിയസ് കോർപ്പസ് എന്നതിന്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നതാണ്. അതുപോലെ മാൻഡമസ് എന്നതിന്റെ അർത്ഥം ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. പ്രൊഹിബിഷൻ എന്നതിന്റെ അർത്ഥം നിരോധനം എന്നാണ്. കോവാറന്റോ എന്നതിന്റെ അർത്ഥം എന്ത് അധികാരത്തിൽ എന്നാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. 1, 2, 2, 4, 3, 3, 4, 1. ശരിയായ
ശരിയായ പ്രസ്താവനകൾ ഏവ. ശരിയായ പ്രസ്താവനകൾ ഏവ. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ 193 അംഗരാജ്യങ്ങളും 2 നിരീക്ഷക രാജ്യങ്ങളുമുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന്നൻ ഗാനാക്കാരനായിരുന്നു. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ്. എല്ലാം ശരിയാണ്. 1, 2, 3, 4 ശരിയാണ്. ആൻസർ എന്ത്? ഓപ്ഷൻ ഡി ആണ്. നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം ഏത്? നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം ഏത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓപ്ഷൻ ഡി. താഴെ തന്നിരിക്കുന്നവയിലെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കുക. താഴെ തന്നിരിക്കുന്നവയിലെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തിരിക്കുക. ഇന്ത്യൻ തപാൽ സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, വിൽപ്പന നികുതി, റെയിൽവേ, ഇന്ത്യൻ പോലീസ് സർവീസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സംസ്ഥാന സർവീസിൽ വിൽപ്പന നികുതി, അഖിലേന്ത്യാ സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, കേന്ദ്ര സർവീസിൽ ഇന്ത്യൻ തപാൽ സർവീസ്, റെയിൽവേ. 73-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? 11-ാം പട്ടിക ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് സീറ്റ് സംവരണം ചെയ്തു. 73-ാം ഭേദഗതി നിലവിൽ വന്നത് 1990-ലാണ്. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ഭേദഗതി നിലവിൽ വന്നത്. മൂന്നാമത്തേതാണ് തെറ്റ്. മൂന്നാമത്തെ ഓപ്ഷൻ സി. 29 ആൻസർ എന്ന ഓപ്ഷൻ സി ആണ് മൂന്നാമത്തെ പ്രസ്താവന. 73-ാം ഭേദഗതി നിലവിൽ വന്നത് 1990-ലാണ്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. 73-ാം ഭേദഗതി നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24-ലാണ്. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. 73-ാം ഭേദഗതി നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24-ലാണ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? 1987 മുതൽ 1991 വരെയുള്ള കെ നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ ചന്ദ്രശേഖരൻ. കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ അബ്ദുറബ്ബ്. പട്ടം എ താണുപിള്ളയുടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ആർ ശങ്കർ കേരളത്തിലെ 2ാമത്തെ വിദ്യാഭ്യാസ മന്ത്രി. താഴെ കൊടുത്തിരിക്കുന്നതിൽ മിനുസപേശിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു, രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു, കുറുകെ വരകൾ കാണുന്നു, അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ആൻസർ 1ഉം 3ഉം. ഓപ്ഷൻ ബി. മിനുസപേശികൾ അനൈച്ഛിക പേശികളാണ്. അവയുടെ പ്രധാന സവിശേഷതകൾ അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നില്ല. അസ്ഥിപേശികളാണ് അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നത്. അതുപോലെ രക്തക്കുഴൽ, ആമാശയം, കുടൽ തുടങ്ങിയ ആന്തരികാവയവങ്ങളുടെ ഭിത്തികളിൽ കാണപ്പെടുന്നു. കുറുകെ വരകൾ കാണപ്പെടുന്നില്ല. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. അതുകൊണ്ട് അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു, അതുപോലെ കുറുകെ വരകൾ കാണപ്പെടുന്നു എന്നിവയെ മിനുസപേശികളുമായി കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകളാണ്. അപ്പൊ ആൻസർ എന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം. അക്ഷാസ്ഥികൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അക്ഷാസ്ഥികൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ. വാരിയെല്ലുകൾ, 24 അസ്ഥികൾ. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്തരം ഏത്? ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്തരം ഏത്? ഫ്ലൂറ. സന്ധികളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. ഇടുപ്പല്ല് തുടയെല്ല് ചേരുന്ന സന്ധിയാണ് കീലസന്ധി. ഗോളര സന്ധി നട്ടലിന്റെ ആദ്യ കശേരുവുമായി തലയോട്ടിനെ ബന്ധിപ്പിക്കുന്നു. തെന്നി നീങ്ങുന്ന സന്ധി 2 അസ്ഥികളുടെയും ചെറുതായ ചലനം സാധ്യമാക്കുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 ശരിയായത്. വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. ഇടുപ്പെല്ലും തുടയെല്ലും ചേരുന്ന സന്ധി ഗോളര സന്ധിയാണ്.
കീലസന്ധിയല്ല, ഗോളര സന്ധിയാണ്. കീലസന്ധി തലയോട്ടിനെ നട്ടലിന്റെ ആദ്യ കശേരുവുമായി ബന്ധിപ്പിക്കുന്നു. അതിനാൽ പ്രസ്താവനകൾ 2ഉം 3ഉം തെറ്റാണ്. തെന്നി നീങ്ങുന്ന സന്ധി അസ്ഥികൾക്കിടയിൽ ചെറിയ ചലനം സാധ്യമാകുന്നു. ഈ പ്രസ്താവന ശരിയാണെങ്കിലും ഓപ്ഷന് ശരിയായ പ്രസ്താവന 1 മാത്രമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ മാത്രമാണ് ശരിയായ ഉത്തരം. ആൻസർ ഓപ്ഷൻ എ. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി. ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. രക്തം കട്ടപിടിക്കലിന്റെ ശരിയായ ക്രമം ഏത്? രക്തം കട്ടപിടിക്കലിന്റെ ശരിയായ ക്രമം ഏത്? ഫൈബ്രിനോജൻ, ഫൈബ്രിൻ നാരുകൾ, പ്രോത്രോംബിൻ, ത്രോംബിൻ, ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. 31ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 3, 2, 1. മുറിവുണ്ടാകുമ്പോൾ പ്ലേറ്റ്ലെറ്റുകൾ ശിഥിലീകരിക്കപ്പെട്ട് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. ത്രോംബോപ്ലാസ്റ്റിനും കാൽസ്യം അയോണുകളും ചേർന്ന് പ്രോത്രോംബിനെ ത്രോംബിൻ ആക്കി മാറ്റുന്നു. ത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിൻ നാരുകളാക്കി മാറ്റുന്നു. ഈ നാരുകളിൽ രക്തകോശങ്ങൾ തങ്ങി നിന്ന് രക്തകട്ട രൂപപ്പെടുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകളുള്ള സംസ്ഥാനം ഏത്? മഹാരാഷ്ട്ര. ഇപ്പോഴത്തെ ഡിലീറ്റഡ് ആണ്. ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്, മാസ്. ദർപ്പണത്തിന്റെ പ്രതിപതനത്തിന്റെ മധ്യബിന്ദു. ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു, പോൾ. ലോഹങ്ങളെ അടിച്ചുപരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത. ലോഹങ്ങളെ അടിച്ചുപരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത, മാലിയബിലിറ്റി. സൗരയൂഥത്തിലുള്ള ഏറ്റവും ചെറിയ ഗ്രഹം. സൗരയൂഥത്തിലുള്ള ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. 2023 ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ്? 2023 ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ്? പ്രകാശം. P1 V1 = P2 V2 എന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ബോയിൽ നിയമം. ഏത് ലോഹം പ്രധാന ഘടകങ്ങളുമായിട്ടുള്ള മിശ്രലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത്? ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്രലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത്? മെർക്കുറി. ഐസോട്ടോണിക് ലായനികളുടെ ഡാഷ് തുല്യമായിരിക്കും. ഐസോട്ടോണിക് ലായനികളുടെ ഡാഷ് തുല്യമായിരിക്കും. ഓസ്മോട്ടിക് മർദ്ദം. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നത് ജലത്തിന്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ്. കുടിവെള്ളത്തിന്റെ BOD എത്രയാണ്? 1:2 ppm. ഓപ്ഷൻ എ. ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം ഏത്? ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം ഏത്? നൈട്രേറ്റ്. കേലകലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആര്? കേലകലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോൻ. ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം ആര്? ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം ആര്? മൈക്കിൾ ഫെൽപ്സ്. KC ലേഖ ഏത് കായിക മേഖലയാണ് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത്? KC ലേഖ ഏത് കായിക മേഖലയിലാണ് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത്? ബോക്സിംഗ്. ഫയദോർ ദസ്തയേവ്സ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടം ശ്രീധരൻ രചിച്ച നോവൽ ഏത്? ഒരു സങ്കീർത്തനം പോലെ. ഇലങ്ങിത്തറ മേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? ഇലങ്ങിത്തറ മേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? തൃശൂർ പൂരം. 2023 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ വ്യക്തി. 2023 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ വ്യക്തി നർഗീസ് മുഹമ്മദി. ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ച വർഷം? 2023. ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? വേർഡ് പ്രൊസസർ. കേബിൾ TV നെറ്റ്വർക്കിന് ഉദാഹരണമാണ്.
കേബിൾ TV നെറ്റ്വർക്കിന് ഉദാഹരണമാണ് മാൻ. 2 KB ഈക്വൽ ടു ഡാഷ് ബൈറ്റ്സ് 2048. ആദിത്യ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ആദിത്യ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? PSLV C-57. 2023 G20 ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ ആരാണ്? 2023 G20 ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ ആരാണ്? അമിതാഭ് കാന്ത്. ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏത്? ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യയിലെ ഭരണഘടനയിലെ അനുച്ഛേദം ഏത്? അനുച്ഛേദം 24. ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 2007, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 2013, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998, സംസ്ഥാന വനിതാ കമ്മീഷൻ 1996. ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1D, 2A, 3C, 4B. 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി എത്ര ഫീസ് അടയ്ക്കണം? 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി എത്ര ഫീസ് അടയ്ക്കണം? 10 രൂപ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഉപഭോക്താവിന് ഓൺലൈനായി പരാതി നൽകാം. ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം. ഉപഭോക്താവ് സേവനത്തെ സംബന്ധിച്ചോ സാധനത്തെ സംബന്ധിച്ചോ ഉള്ള പരാതി 3 വർഷത്തിനുള്ളിൽ നൽകേണ്ടതാണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. മൂന്നാമത്തെ തെറ്റാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 അനുസരിച്ച് ഉപഭോക്താക്കൾക്ക് ഓൺലൈനായിട്ട് പരാതി നൽകാൻ വ്യവസ്ഥയുണ്ട്. കൂടാതെ അവർ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാനും നിയമം അനുവദിക്കുന്നു. എന്നിരുന്നാലും പരാതി നൽകേണ്ട സമയപരിധി സേവനത്തിലെ അല്ലെങ്കിൽ സാധനത്തിലെ തകരാറ് ശ്രദ്ധയിൽപ്പെട്ട തീയതി മുതൽ 2 വർഷമാണ്. 3 വർഷമല്ല, 2 വർഷമാണ്. അതിനാൽ പ്രസ്താവന 3 തെറ്റാണ്. 2005 ഗാർഹിക പീഡന നിയമത്തിലെ 9ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയിൽ പെടാത്തതേത്? 2005 ഗാർഹിക പീഡന നിയമത്തിലെ 9ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയിൽ പെടാത്തതേത്? ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആര്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ഇക്ബാൽ സിംഗ് ലാൽപുര. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരൻ എന്ന് നിർവചിച്ചിരിക്കുന്നത്? 60 വയസ്സോ അതിനു മുകളിൽ പ്രായമുള്ളവരോ? അടുത്ത ക്വസ്റ്റ്യൻ ഡെറിവേറ്റഡ് ആണ്. 11³ + 20² - 3 ഹോൾ 1/3 റേസ്റ്റ് 1/3 ഈക്വൽ ടു 12. 3, 8, 15, 24 ഡാഷ് 35. രാജുവിന് 1ാം പാദ പരീക്ഷയിൽ 62 മാർക്കും 2ാം പാദ പരീക്ഷയിൽ 48 മാർക്കും കിട്ടി. വാർഷിക പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി 60 മാർക്ക് കിട്ടും? 70. രാഹുൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് വലത്തോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ച് വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് ഇടത്തേക്ക് 3 കിലോമീറ്റർ സഞ്ചരിച്ചു എങ്കിൽ രാഹുൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇപ്പോൾ എത്ര കിലോമീറ്റർ അകലെയാണ്? 9 കിലോമീറ്റർ. 0.36 × 6.25 ഹോൾ ഡിവൈഡഡ് ബൈ 0.5 × 0.5 × 0.06 ഈക്വൽ ടു 150. ആനന്ദിന്റെ അച്ഛന്റെ സഹോദരിയാണ് രാഖിയും രേണുവും. രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകന്റെ ഭാര്യയാണ് നിഷ എങ്കിൽ നിഷയും ആനന്ദും തമ്മിലുള്ള ബന്ധം മകൻ. ഒരു കോഡ് ഭാഷയിൽ ആപ്പിൾ എന്ന വാക്കിനെ ETTPI എന്ന് സൂചിപ്പിക്കാമെങ്കിൽ ഓറഞ്ച് എന്ന വാക്കിനെ എങ്ങനെ സൂചിപ്പിക്കാം? ഓപ്ഷൻ എ. 60 km/h സ്പീഡിൽ സഞ്ചരിക്കുന്ന
200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നുപോകാൻ എത്ര സമയം വേണം? 12 സെക്കൻഡ്. 15 സെന്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളത്തെ ഉരുക്കി 27 തുല്യ വലിപ്പമുള്ള ചെറുഗോളങ്ങളാക്കി. ചെറുഗോളങ്ങളുടെ ആരം എത്രയായിരിക്കും? 5. Fill in the blank suitably using the appropriate clause. She dashed the examination if she had studied well. Would have passed. Option B. He has hardly any money. Dash. Does he? Report the sentence properly. Have you met the principal? The teacher said to me. The teacher asked me whether I had met the principal. Options D. Pick out the correct article and fill the sentence aptly. After dash year or two, the question can be reconsidered. Option B, A. Complete the sentence using correct tense. The bell dash ring before I reached the school. Option C, had rung. Give the one word substitute for a person who studied about the sun, the moon, star, and the universe. Option C, astronomer. Fill in the blank with the opposite of the underlined word. Sai looked a cheerful word as Sumin looked dash. Option A, gloomy. Which is the apt synonym for the word underline? The woman looked very weak. Feeble. Option B. Use the correctly spelled word to complete the sentence. If you dash money, you will quit the business. Loss. Option D. Pick out the correct sentence with the right phrasal verb for the underlined word. The doctor advised me to abandon smoking. The doctor advised me to give up smoking. Option C. പിരിച്ചെഴുതുക. വെൺ തിങ്കൾ. വെൺ പ്ലസ് വെൾ പ്ലസ് തിങ്കൾ. ഓപ്ഷൻ സി. ആദേശസന്ധിക്ക് ഉദാഹരണം. ആദേശസന്ധിക്ക് ഉദാഹരണം. വിണ്ടലം. ഓപ്ഷൻ എ. തദ്ധിതത്തിന് ഉദാഹരണം. തദ്ധിതത്തിന് ഉദാഹരണം. ഓപ്ഷൻ ഡി, വെണ്മ. വിപരീത പദം എഴുതുക. അഗ്രജൻ. ഓപ്ഷൻ ബി, അവരജൻ. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആണ്. ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം. ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം. ആകപ്പാടെ ഉള്ള ഭംഗി. ആകപ്പാടെ ഉള്ള ഭംഗി. താഴെ പറയുന്ന ശരിയായ പദം എടുത്തെഴുതുക. താഴെ പറയുന്ന ശരിയായ പദം എടുത്തെഴുതുക. ഓപ്ഷൻ എ, ചൂടാമണി. താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക. ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ. എഴുതിയിൽ എണ്ണ ഒഴിക്കുക. കവിയുടെ സ്ത്രീലിംഗ പദമേത്? കവിയുടെ സ്ത്രീലിംഗ പദം കവിത്രി. ഓപ്ഷൻ എ. ഒറ്റപ്പദമാക്കുക. വർഷം തോറും. ഒറ്റപ്പദമാക്കുക. വർഷം തോറും. പ്രതിവർഷം. താങ്ക് യു.